നമ്മളൊക്കെ മരിച്ചാൽ പിന്നെ ഭൂമിയിലോട്ട് തിരികെ വരാറില്ല. ബട്ട് Maveli was given the permission to come back to earth every year. Once in a year, it is like a parole or a one-day visa to come back to earth from Hades, Netherlands or Padalam back to earth. അപ്പോൾ ആ പുനർജന്മത്തിന് നാന്ദി കുറിച്ചുകൊണ്ടാണ് നമ്മൾ പുതുവേഷങ്ങൾ ധരിക്കുന്നത്. അപ്പം പുത്തൻ പുടവ, പുത്തൻ പുടവയിൽ അണിഞ്ഞൊരുങ്ങി പൂക്കളമിടുന്ന പെണ്ണുങ്ങളും പൂവിളി ഉയരും നാട്ടിൻ പൂരങ്ങൾ മലയാള മണ്ണിൻ ഉത്സവമേള. ഓണക്കാലം ഇതാമോദകാലം പൂക്കളാലും മറമൈശ്വര്യമാക്കി ഊഞ്ഞാലിലാടി പാടിക്കളിച്ചു തുള്ളിച്ചാടി മതിക്കും ദിനങ്ങൾ. ഊഞ്ഞാലിലാടി ചാടിക്കളിച്ചു. അത് മറ്റൊരു സത്യത്തെ കൂടിയാണ് അവിടെ കാണിക്കുന്നത്. മുമ്പോട്ട് പോകുന്ന ഊഞ്ഞാല് താഴോട്ട് വന്നേ പറ്റൂ, താഴെ വന്നേ സമ്മാനമുള്ളൂ. നമുക്ക് ആ ഹ്യൂമിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിനെ കാണിക്കുന്നത്. ഞാൻ ഈ അവസാനത്തെ സ്റ്റാൻസ് നമ്മളിനി വള്ളംകളി നടത്തുന്നുണ്ട്. ഈ വള്ളപ്പാട്ടിൻ്റെ ട്യൂണിൽ തെയ്തോ കുട്ടനാടൻ പുഞ്ചയിലെ ട്യൂൺ എല്ലാവർക്കും അറിയാമല്ലോ. ആ ട്യൂണിൽ അങ്ങ് പാടാൻ നോക്കുക. കാണം വിറ്റും ഓണമുണ്ണുന്ന സമത്വത്തിനരിപ്രാവുകളായി ഓണപ്പാട്ടുകൾ കൊതിതീരെ പാടി നേരം പുലരെ തിരുവോണം. കാണം വിറ്റ് ഓണം ഉണ്ണുന്ന, അത് നേരത്തെ പ്രസിഡന്റ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം തന്നെ പണ്ടൊക്കെ പട്ടിണിപ്പാവങ്ങൾ വീട് വിറ്റാൽ പോലും ഓണം ഉണ്ണണം, അതായി കാണം വിറ്റും ഓണം ഉണ്ണുന്ന മറ്റൊരു ചൊല്ലൂടെ നാട്ടിലുണ്ടായിരുന്നു. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി. പട്ടിണിപ്പാവങ്ങളുടെ അവസ്ഥയ്ക്ക് വലിയ മാറ്റം ഇന്നും വന്നിട്ടില്ല. എന്നാൽ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള നമ്മളൊക്കെ ദൈവകൃപയാൽ പട്ടിണിയുടെ ആവശ്യമില്ല. പട്ടിണിപ്പാവങ്ങളെ സഹായിക്കുക എന്നുള്ള കടമയുണ്ട്. അതിനാൽ നമ്മളാൽ ആവുന്നതെല്ലാം ചെയ്യണമെന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഓണത്തെ പറ്റിയുള്ള ആദ്യത്തെ ആ ഐതിഹ്യമാണ് he was pushed down to Hades and given the permission to come back to earth once in a year. Vamanan measured earth with one foot and heaven with the other, and there was no land left. And for the third feet of land he asked for, he bowed down and gave his head. That is how he was pushed down. Now there is a second version. It says, it shows 3 wars. Mahabali was an Asura king, and his first cousins, or second cousins actually, Hiranyakashipu was the grandfather, Prahaladan was father of Mahabali, and Hiranyakashipu was the grandfather of both Asuras and Devas. So they fought 3 wars. At the end of the third war, Mahabali was exiled to Elam, which is present-day Sri Lanka. And from there, he was given the permission to come back to earth once in a year. That is the second version. And there is yet a third version. And that is, even though Mahabali was a noble king, helped everyone, peace and tranquility prevailed in his time, he was very egoistic. Lord Vishnu wanted to punish Mahabali for his ego. But yet, as he was a devotee of Lord Vishnu, he was given the permission to come back to earth once in a year, and that is the Tiruvonam day. So those are the 3 versions of the story of Onam. Now I may say a few words ഓണത്തെ പറ്റി അല്ലാതെ ജനറലായിട്ട് ഒരല്പം നേരം സംസാരിച്ചിട്ട് എൻ്റെ വാക്കുകൾ പെട്ടെന്ന് അവസാനിപ്പിക്കാം. സോക്രട്ടീസിനോട് ഒരു ആള് ചെന്ന് സോക്രട്ടീസിൻ്റെ ഒരു ശിഷ്യനെ പറ്റി കുറ്റം പറയാനാണ് ചെന്നത്. സോക്രട്ടീസ് പറഞ്ഞു, വരട്ടെ, നിർത്ത്. മറ്റൊരാളെ പറ്റി കുറ്റം പറയുന്നതിന് മുമ്പ് സോക്രട്ടീസ് ഉപയോഗിക്കുന്ന 3 ഫിൽറ്റേഴ്സ്, 3 അരിപ്പകൾ, അതിൽ അരിച്ച് മിച്ചം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു.
എന്തൊക്കെയാണ് ആ 3 ഫിൽറ്റേഴ്സ് എന്നറിയാമോ? ഒന്ന്, ട്രൂത്ത്, പറയുന്നത് സത്യമാണോ? 2, ഗുഡ്നെസ്, പറയുന്നതിൽ നന്മയുണ്ടോ? 3, യൂസ്ഫുൾനെസ്, പറയുന്നതിൽ പ്രയോജനമുണ്ടോ? 1, നമ്മൾ പറയുന്ന കാര്യം സത്യമായിരിക്കണം. 2, നന്മയുണ്ടായിരിക്കണം. 3, പ്രയോജനമുണ്ടായിരിക്കണം. ഈ പറയാൻ ചെന്ന ആള് എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് മടങ്ങിപ്പോകേണ്ടി വന്നു. കാരണം മറ്റൊരാളെ പറ്റി കുന്നായ്മ, ദുഷ്ടത പറയാൻ വേണ്ടിയായിരുന്നു ചെന്നത്. നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയാൽ പറയുന്ന കാര്യങ്ങളിൽ സത്യം, നന്മ, പ്രയോജനം, ട്രൂത്ത്, ഗുഡ്നെസ് ആൻഡ് യൂത്ത്ഫുൾനെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി നന്മ നമ്മുടെ ഇടയിൽ നടമാടും. ഒരാൾ പറഞ്ഞു, നമ്മുടെ 3 എനിമീസ് എന്നൊക്കെ പറയുമ്പം നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഓർക്കും അമ്മായിയമ്മ, അളിയൻ, അയൽവക്കം എന്നൊക്കെ ഓർക്കും. അതല്ല ഈ പറഞ്ഞ ആൾ പറഞ്ഞത്. 1, പണം, മണി. ബൈബിളിലൊരു വാക്യമുണ്ട്, പണമല്ല റൂട്ട് ഓഫ് ഓൾ ഈവിൾസ്, ദ ലവ് ഫോർ മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾസ്. പണമല്ല, പണത്തോടുള്ള സ്നേഹം, അതിനോടുള്ള ആർത്തി കൊണ്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നത്. 2, പ്രതാപം. 3, അധികാരം, പവർ. പണം, പ്രതാപം, പവർ. ഇന്ത്യക്കാരെ പറ്റി ഒരു പറച്ചിലുണ്ട്, 2 ഇന്ത്യക്കാരുണ്ടെങ്കിൽ 1 അസോസിയേഷൻ ഉണ്ടാകും, എന്നാൽ 3 ഇന്ത്യക്കാരുണ്ടെങ്കിൽ 2 അസോസിയേഷൻ ഉണ്ടാകും. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി. നമ്മുടെ സംഘടനയ്ക്ക് അത് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അധികാരം വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം എന്തെങ്കിലും തോന്നിയാൽ അന്ന് സ്ഥാനം ഒഴിഞ്ഞ് മാറി നിന്ന് പിന്തുണയ്ക്കാൻ തയ്യാറാവണം. ആ മനസ്സും എല്ലാവരും കാണിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ സംഘടന വളർന്ന് പന്തലിക്കും. നമ്മുടെ നാട്, കേരളം, ഇന്ത്യ എന്നൊക്കെയുള്ളത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കുക മാത്രമല്ല, അതിൻ്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുകയും വേണം. തമ്പി കേരളം കേരളം എന്നുള്ള പാട്ട് നേരത്തെ പാടി. വള്ളത്തോളിൻ്റെ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ ചോര തിളയ്ക്കണമെന്നാണ് കേരളമെന്ന് കേട്ടാൽ. അപ്പം ആ ഒരു ശുഷ്കാന്തി കേരളം നമ്മുടെ നാട് എന്നൊക്കെ കേട്ടാൽ നമുക്കുണ്ടാവണം. മനുഷ്യൻ എന്നൊരു യന്ത്രയുഗത്തിലാണ്, മറ്റൊന്നിലും താല്പര്യമില്ലാത്ത യന്ത്രത്തെ പോലെ നമ്മളിങ്ങനെ പോവുക, വികാരങ്ങളില്ലാതെ. ഓൾമൈറ്റി ഗോഡിന് പകരം എല്ലാവർക്കും ഓൾമൈറ്റി ഡോളർ പവർ ഉണ്ട്. എന്നാൽ അതിലുപരി സർവശക്തനായ ദൈവം മുമ്പാകെ നമ്മളെ പരമേൽപ്പിച്ച് നമ്മൾ ഒന്നിച്ചു കൂടുന്ന അവസരങ്ങൾ ഏറ്റവും സന്തോഷകരമായ അവസരങ്ങളെന്ന് കണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ കലാ, സാംസ്കാരിക, കായിക വേദികളിൽ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ആളുകൾക്ക് വീണ്ടും വീണ്ടും അവസരം നൽകി അവരെ വളർത്തിക്കൊണ്ടുവന്ന് നാടിൻ്റെയും വീടിൻ്റെയും നന്മയ്ക്കായിട്ട് നമ്മളെല്ലാവരും പ്രവർത്തിക്കണം, ആ രീതിയിൽ ജീവിക്കണം എന്നുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധമായ ഒരു മലയാള പുതുവർഷം നേർന്നുകൊണ്ടും സന്തോഷകരമായ ഒരു ഓണം ആശംസിച്ചുകൊണ്ടും എനിക്ക് അവസരം തന്ന നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ മറക്കുന്നതിന് മുമ്പ് ഒരു കാര്യങ്ങളും പറഞ്ഞോട്ടെ. വടശ്ശേരിക്കര സ്കൂളിൽ പഠിച്ചവർ ഇവിടെ പലരും ഉണ്ടല്ലോ. സ്കൂളിൻ്റെ പിതാവിൻ്റെ മരണശേഷം എൻ്റെ മാതാവ് മാനേജരായിരുന്നു. എൻ്റെ മാതാവ് ദീനാമ തോമസ്, ടി തോമസ്. ഫാദർ ഡൈഡ് ഇൻ 86, മദർ ഡൈഡ് ഇൻ 2007. അതിനുശേഷം ഞാൻ ഇവിടെയാണെങ്കിലും മാനേജർ എന്നുള്ള പദവി എനിക്കാണിപ്പോൾ. സ്കൂളിൻ്റെ നവതി 90-ാം വർഷം ആഘോഷങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം കേരളത്തിലെ ഒരു മന്ത്രി വിജയകുമാറും നമ്മുടെ MP, പത്തനംതിട്ട MP ആൻഡോ ആൻ്റണി, റാന്നി MLA രാജു എബ്രഹാം എല്ലാം അതിൽ പങ്കെടുത്തിരുന്നു. ഡിസംബറിലോ ജനുവരിയിലോ വിപുലമായ രീതിയിൽ അതിൻ്റെ നവതിയുടെ ഫൈനൽ ആഘോഷവും നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാം സഹകരണങ്ങളും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എനിക്ക് നൽകിയ അവസരത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.